Radio Library. Radio Library with RJ Radish. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇത് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറി. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. പ്രവാസ ലോകത്തെത്തിയിട്ട് വർഷങ്ങൾ കുറയായി. നമ്മളെക്കുറിച്ച് പറയുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഈ പുസ്തകം ഉറപ്പായിട്ടും പരിചയപ്പെടേണ്ടത് തന്നെയാണ്. ഇന്ന് നമ്മളെ ഒരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ള ആള് നമുക്ക് എല്ലാവർക്കും അറിയാം, മംഗളത്തിന്റെ ഖത്തറിലെ റിപ്പോർട്ടറാണ് മുഹമ്മദ് ഷഫീഖ്. സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക്. നമസ്കാരം. റിപ്പോർട്ടറാണ്. എത്ര വർഷമായിട്ടുണ്ട്? ഞാനൊരു 12 വർഷമായിട്ട് ദോഹയിൽ മംഗളം പത്രത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ പുസ്തകം എന്തായാലും വായിച്ചിട്ടുണ്ടായിരിക്കും. എഴുത്ത് കാര്യമായിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പം പുസ്തകമായിട്ടൊക്കെ വല്ലതും എഴുതിയിട്ടുണ്ടോ? ഇല്ല, പുസ്തകമായിട്ടൊന്നും എഴുതിയില്ല. പത്രങ്ങളിൽ ഇവിടെ ചെയ്യുന്ന റിപ്പോർട്ട് മാത്രമാണ്. പിന്നെ വായനയോടാണ് കൂടുതൽ താല്പര്യം. അതെ, പുസ്തകം ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാത്തരം ജോണറിലുള്ള പുസ്തകങ്ങൾ വായിക്കാറ്. നോവലുകളും കഥകളും രാഷ്ട്രീയപരമായിട്ടുള്ള ലേഖനങ്ങള്, കവിതകള്, ഇതൊക്കെയാണ് താല്പര്യം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു പുസ്തകം പ്രവാസികളുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പുസ്തകമാണ്. എസ്കേപ്പ് ടവർ എന്നാണ് അതിന്റെ പേരെന്ന് പറഞ്ഞു. പി മണികണ്ഠൻ എഴുതിയ എസ്കേപ്പ് ടവർ എന്ന ഈ നോവല് ഇന്നിവിടെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ്. മലയാളം മിഷൻ ഒമാൻ ഏർപ്പെടുത്തിയ പ്രവാസി ഭാഷാ പുരസ്കാരത്തിന് പി മണികണ്ഠൻ എഴുതിയ എസ്കേപ്പ് ടവറിന് കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൽ നിന്നാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒമാനിലെ ഒരു അക്ഷരോത്സവം സാംസ്കാരിക പരിപാടിയിൽ വെച്ചിട്ടാണ് ഈ അവാർഡ് നൽകിയത്. എഴുത്തുകാരനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പ്രവാസത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ടാവും. അദ്ദേഹം പ്രവാസിയാണ്. ഇപ്പൊ മലയാളത്തില് പ്രവാസ അനുഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത്, ആ എഴുത്തിന് തുടക്കം കുറിച്ചത് ബാബു ഭരദ്വാജ് ആണ്. പക്ഷെ പിന്നീട് ഫിക്ഷനിലേക്കൊക്കെ വരുമ്പോൾ അതിന്റെ അനുഭവ പരിസരങ്ങൾ വലിയ രീതിയിൽ വികസിക്കുന്നുണ്ട്. എന്നാൽ പ്രവാസ നോവലുകളിൽ കണ്ടുവരുന്ന ഒരു പതിവ് രീതികള് ഗൃഹാതുരത്വത്തിന്റെ കുത്തൊഴുക്കും കീഴ്പ്പെട്ടു പോകുന്ന മനുഷ്യരുടെ പരാജിത ജീവിതവുമാണ്. കറന്റ് ബുക്സ് പ്രസാധകരായിട്ടുള്ള 192 പേജുള്ള ഈ പുസ്തകത്തെ പ്രസാധകർ തന്നെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എഴുത്തിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനങ്ങളിലേക്ക്, അവയുടെ പ്രേരണകളിലേക്ക് നിരന്തരം കയറിയിറങ്ങുന്ന ഒരു രചനയാണിത്. പ്രവാസത്തെ, അതിന്റെ സവിശേഷമായ അനുഭവങ്ങളെ ഒരു തിണയായി മലയാള നോവൽ എന്നോ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റേതായ പ്രാദേശികത പൂർവ്വസ്മരണകളായും അനുഭവ കഥനങ്ങളായും കടന്നുവരുമ്പോൾ തന്നെ ഇത് കേരളീയതയുടെ ഗൃഹാതുരതയ്ക്കകത്ത് ഇളവേൽക്കുന്നില്ല. അതേസമയം ഏതൊരു പ്രവാസിയെയും പോലെ അനിശ്ചിതവും യാന്ത്രികവുമായി തുടരുന്ന മലയാളിയുടെ സ്വത്താനുഭവങ്ങളെ ഏറ്റവും അനുഭവപരവും വൈകാരികവുമായി തന്നെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. വൻകരകൾ താണ്ടി ബഹുദൂരം യാത്ര ചെയ്ത് പലയിടങ്ങളിലായി അധിവസിച്ചു വരുന്ന മലയാളി ഡയസ്പോറയുടെ തികച്ചും വ്യത്യസ്തമായ ഒരു ആഖ്യാനമാണ് പി മണികണ്ഠന്റെ എസ്കേപ്പ് ടവർ. മറ്റു പ്രവാസി നോവലിൽ നിന്നും വ്യത്യസ്തമായി വ്യക്തി, ദേശം, തൊഴിൽ, മാനസികാവസ്ഥ, രാഷ്ട്രീയം, ചരിത്രം, വിപ്ലവം, പ്രതിരോധം തുടങ്ങി മനുഷ്യന്റെ അടിസ്ഥാന വിചാരങ്ങളെ അഡ്രസ് ചെയ്തതാണ് പി മണികണ്ഠൻ എഴുതിയ എസ്കേപ്പ് ടവർ എന്ന നോവൽ. ഇന്ത്യക്കകത്തെ ആഭ്യന്തര പ്രവാസ അനുഭവങ്ങളെ സമ്പന്നമാക്കുന്ന ഭൂമിയാണ് ബോംബെ എന്ന മുംബൈ. ബോംബെ എന്നാണ് ഈ നോവലിൽ പരാമർശിച്ചിട്ടുള്ളത്. കാരണം ആ പഴയ കാലത്ത് ബോംബെ എന്ന മുംബൈയിൽ നിന്നാണ് എസ്കേപ്പ് ടവറിലെ നായകൻ തന്റെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. ഭാവനയുടെ ധാരാളിത്തത്തെ പരിമിതപ്പെടുത്തി ആഖ്യാതാവിന്റെ സാന്നിധ്യം നോവൽ തുടങ്ങി അവസാനിക്കുന്നതുവരെ വായനക്കാർക്കൊപ്പമുണ്ട് എന്നാണ് ഈ നോവലിന്റെ മറ്റൊരു സവിശേഷത. ആത്മകഥയുടെ വികാര പരിസരങ്ങളെ ഫിക്ഷനിൽ എങ്ങനെ അവതരിപ്പിക്കുമെന്നതിന്റെ മികച്ച ഉദാഹരണം കൂടിയാണ് എസ്കേപ്പ് ടവർ എന്ന ഈ നോവൽ. എഴുത്തുകാരൻ പ്രവാസിയായിരിക്കെ അയാളുടെ സ്വത്വ നിർമ്മിതിയെ സ്വാധീനിച്ച രാഷ്ട്രീയ, സാമൂഹിക, ചരിത്രബോധത്തിന്റെ കരുത്ത് വായനയ്ക്ക് ഒട്ടും തന്നെ ഭാരം നൽകാതെ ഭാഷയുടെ ഒതുക്കം കൊണ്ടും മനോഹാരിത കൊണ്ടും നോവലിന്റെ ഉള്ളടക്കം സൗന്ദര്യ സമ്പന്നമാണ്. സാധാരണ പ്രവാസ നോവലുകളിൽ നിന്നും വ്യത്യസ്തമായി രാഷ്ട്രീയ മൂല്യത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എസ്കേപ്പ് ടവർ. ഈ നോവല് ഒരു വ്യക്തിയുടെ അതിജീവന നാൾവഴികളുടെ രേഖയല്ല, അനേകം മനുഷ്യരുടെ ആന്തരിക സംഘർഷങ്ങളും ആഭിമുഖ്യങ്ങളും പ്രവാസയിടങ്ങളിൽ എങ്ങനെ പ്രകടമാക്കുന്നു എന്നതാണ്. ഈ നോവലിന്റെ തുടക്കം അത് വെളിച്ചം നഷ്ടമായ ഒരു കണ്ണിൽ നിന്നാണ്. കാഴ്ചയുടെ ആനന്ദം നിലയ്ക്കുമോ എന്ന ആദിയിൽ മറുകണ്ണിന്റെ വെളിച്ചത്തിലൂടെ നോവലിസ്റ്റ് MRI സ്കാനറിൽ കിടന്ന് ലോകത്തെ തന്റെ ചിന്തയിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്. നോവലിൽ പ്രവാസികളായി എത്തിപ്പെട്ടവരുടെ ദേശവും സംസ്കാരവും രാഷ്ട്രീയവും അവരുടെ തന്നെ ഐഡന്റിറ്റി ക്രൈസിസായി വ്യക്തമാക്കുന്നുണ്ട്. ആഗോള മൂലധന ശക്തികൾ എങ്ങനെ മൂന്നാം ലോക രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നു, അതിന്റെ ഇരകളായി പ്രവാസികൾ എങ്ങനെ മാറുന്നു തുടങ്ങിയ വിഷയങ്ങളും ഈ നോവലിൽ സംവാദമായി വളരുന്നുണ്ട്. അപരദേശവും ആത്മദേശവും കുടിയേറ്റത്തെ രണ്ടാം ജന്മമായിട്ടാണ് കാണുന്നത്. ഒരു കുടിയേറ്റ മനുഷ്യൻ നിരന്തരം കൂടുമാറാനും അലയാനും വിധിക്കപ്പെട്ടവനാണെന്നാണ് നോവൽ പറയുന്നത്. എം മുകുന്ദന്റെ പ്രവാസം എന്ന നോവൽ വായനക്കിടയിലാണ്
ഈ നോവലിസ്റ്റിന്റെ കാഴ്ചയ്ക്കുണ്ടായ തകരാറ് അദ്ദേഹം സ്വയം തിരിച്ചറിയുന്നത്. പ്രവാസിയായ ഒരാൾ പ്രവാസി ചുഴിയിൽ അകപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു ദുരന്തമാണിത്. ഈ അവസ്ഥയെ മലയാളികളിൽ മാത്രം ഒതുക്കി വയ്ക്കാതെ പ്രവാസത്തിന്റെ ആഗോള പരിസരത്തിലേക്ക് വായനക്കാരന് സഞ്ചരിക്കാൻ കഴിയുന്നു. ഭരണകൂടം നാടുകടത്തുന്ന മനുഷ്യരാണ് പ്രവാസത്തിന്റെ ഭാരം പൂർണ്ണമായും താങ്ങി ജീവിക്കുന്നതെന്നാണ് നോവല് പറയുന്നത്. ഓവിഡിനെ നാടുകടത്തിയ സീസറും അതിനുശേഷം പൂമ്പാറ്റയായിട്ട് ഓവിഡ് റോമിലേക്ക് തിരിച്ചു പോകുന്നതും നോവലിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് വളരെ ഗംഭീരമായി തന്നെ നോവലിസ്റ്റ് കൃത്യമായി വായനാസ്വാദനം പകരുന്ന തരത്തിൽ തന്നെയാണ് നോവലിസ്റ്റ് അത് നോവലിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് മലയാളിയുടെ കുടിയേറ്റ ജീവിതാവസ്ഥയെന്നും അടിവരയിടുന്നു. തിരസ്കരണത്തിന്റെ ഇര കൂടിയാണ് പ്രവാസിയെന്ന് നോവൽ പറയാതെ പറയുകയാണ്. ഓരോ പ്രവാസിയും ഓർമ്മകളിൽ ജീവിക്കുന്നത് നാട് തന്നിൽ നിന്നും അകന്നു പോകാതിരിക്കാനാണെന്ന് നോവലിസ്റ്റ് പറയുന്നു. ഈ ഓർമ്മയിൽ തന്നെ പ്രവാസികൾ രോഗാതുരമായി മരിച്ചു പോകുന്നു. അങ്ങനെ മരിച്ചുപോയ രാമചന്ദ്രനിലൂടെ നോവൽ വരച്ചു കാണിക്കുന്നത് തിരസ്കരണത്തിന്റെ ചരിത്രത്തെ അയാളുടെ മരണം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ്. ഒപ്റ്റിക് ന്യൂറൈറ്റീസ് എന്ന നേത്ര രോഗചികിത്സയ്ക്കു ശേഷം ദുബായിലെത്തുകയാണ് നോവലിലെ പ്രധാന കഥാപാത്രവും എഴുത്തുകാരനും. നോവലിന്റെ അവസാന ഭാഗത്ത് വ്യക്തിഗത അനുഭവങ്ങൾ എത്തിച്ചേരുന്നത് സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രതിസംവാദത്തിലേക്കാണ്. അതൊരു ഉപരിവിപ്ലവ ആഖ്യാനത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. പകരം ചരിത്രവും രാഷ്ട്രീയവും ഇടകലർന്ന ദേശത്തിന്റെ സാംസ്കാരിക ഉള്ളടക്കത്തെയാണ് തുറന്നുവയ്ക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള കുടിയേറ്റ മനുഷ്യർ നാടുവിടേണ്ടി വരുന്നതിന് പിന്നിലെ കാരണങ്ങൾ തൊഴിൽ ആഭിമുഖ്യം മാത്രമല്ല, അതിനപ്പുറമുള്ള സാമ്പത്തികവും ഭരണകൂട അധികാരവും കുടിയേറ്റ മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഘടകമാണെന്ന് എസ്കേപ്പ് ടവർ എന്ന നോവൽ വ്യക്തമാക്കുന്നുണ്ട്. സാമ്പത്തിക ക്രൈസിസിനു കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ പിടിപ്പുകേടല്ല, അതിന് ആഗോള മുതലാളിത്തവുമായി ബന്ധമുണ്ടെന്നാണ് എസ്കേപ്പ് ടവർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് ഓരോ പ്രവാസിയും ഇക്കാലം അത്രയും നിർവഹിച്ചത്. അവിടെ അയാൾക്ക് മാത്രമായി അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ വ്യക്തിപരമാണ്. എന്നാൽ അതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് എസ്കേപ്പ് ടവർ വ്യക്തമാക്കുന്നു. ഒരു പ്രവാസിയെ അത്യന്തികമായി ബാധിക്കുന്ന വിഷയം അയാളുടെ തൊഴിൽ നഷ്ടം തന്നെയാണ്. നോവൽ സാക്ഷ്യപ്പെടുത്തുന്നതും അതുതന്നെയാണ്. ഇതിനകത്ത് 3-4 കഥാപാത്രങ്ങളെ മലയാളികളായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അറബ്സും അതർ നാഷണാലിറ്റീസുമാണ്. ഒരു ആഗോള പ്രവാസ സമൂഹത്തെ ഇതിനകത്തേക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ പറയാറില്ലേ, ഒരു കോസ്മോപൊളിറ്റൻ സൊസൈറ്റിയെ ഈ നോവൽ അഡ്രസ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രവാസത്തെ, അവരുടെ നാടിന്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ, അവരുടെ ഓരോ രാജ്യക്കാരുടെയും ഭരണകൂടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരെ ഇതിന്റെ അകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എഴുത്തുകാരൻ പി മണികണ്ഠൻ ഒരു പ്രവാസി കൂടി തന്നെയായിരുന്നു ഇതിനകത്തൊരു കഥാപാത്രമായിട്ട് വരുന്നത്. അദ്ദേഹം കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹമാണ് ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് MRI സ്കാനിലൂടെ അദ്ദേഹത്തിന്റെ മറ്റൊരു കണ്ണിലൂടെ കാണുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹം ഇതിന്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, ഈ നോവലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, പ്രവാസിയുടെ സ്വത്വം എന്നാണ് പറയുന്നത്. ഒരു പ്രതീത സ്വത്വമാണ്. ആ പ്രതീത സ്വത്വത്തിലാണ് പ്രവാസികൾ ജീവിക്കുന്നതെന്നാണ് നോവലിസ്റ്റ് പി മണികണ്ഠൻ ഒമാനിൽ നടന്ന അക്ഷരം സാംസ്കാരികോത്സവത്തിൽ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ചെന്നെത്തപ്പെട്ട സ്ഥലത്ത് നമ്മൾ ആരുമല്ല, ഇറങ്ങി വന്ന സ്ഥലത്തും നമ്മൾ ആരുമല്ല, പിന്നെ എവിടെയാണ് എന്ന അന്വേഷണമാണ് ഈ നോവൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. നോവലിന്റെ ഡെഫിനീഷൻ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ചരിത്രം തന്നെ നോവലായി മാറുന്നു. ഡിഫറന്റ് ആയിട്ടുള്ള ജോണർ എന്ന് പറയുമ്പോൾ വൈവിധ്യമായൊരു വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും നോവലിസ്റ്റ് മണികണ്ഠൻ പറയുന്നുണ്ട്. 2 സംസ്കാരങ്ങളുടെ ഭാഗമാണ് ഈ നോവൽ എന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 കഥാപാത്രങ്ങൾ മാത്രമാണ് മലയാളികളായിട്ടുള്ളത്. മറ്റു കഥാപാത്രങ്ങളൊക്കെ അറബ് നാഷണൽസും മറ്റു നാഷണൽസും ആയിട്ടാണ് ഈ നോവൽ പ്രതിപാദിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു പുസ്തകത്തിന്റെ കുറച്ചധികം ഭാഗങ്ങളിലൂടെ മാത്രമാണ് കടന്നുപോയത്. ടീസ് ചെയ്ത് നിർത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് പുസ്തകം പരിചയപ്പെടുത്തിയത്. അപ്പൊ അതിന്റെ കാരണം എന്താ? അല്ല, നമ്മൾ എസ്കേപ്പ് ടവറിന്റെ ഒരു കീ ആണ് വായിക്കാൻ താല്പര്യമുള്ള വായനാ പ്രേമികൾക്കായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു പുസ്തകം വാങ്ങി അത് തുറക്കുമ്പോൾ അതിനകത്ത് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് പ്രതിപാദിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്റെ വായനാസ്വാദനത്തിൽ തോന്നിയതിനേക്കാൾ അപ്പുറത്ത് അവരെ അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുന്നതും അതിനേക്കാൾ വലിയൊരു മികവായി ഈ വായന മാറട്ടെ എന്നാണ് എന്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ഓരോ ആൾക്കാർ വായിക്കുമ്പോഴും ഓരോ നോവലിനെയും ഓരോ രീതിയിലായിരിക്കുമല്ലോ എടുക്കുന്നുണ്ടാവുക. നമ്മുടെ പ്രോഗ്രാം തന്നെ അങ്ങനെയാണല്ലോ, വായിക്കാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് റേഡിയോ ലൈബ്രറിയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായന എന്ന് പറയുമ്പോൾ അതൊരു വീണ്ടെടുപ്പാണ്. അപ്പൊ നമ്മൾ പറയാറില്ലേ, റിച്ചാർഡ് സ്റ്റിൽ പറയുന്ന ഒരു വാചകം കൊണ്ട് നമുക്ക് ഒരു കൺക്ലൂഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അതുപോലെയാണ് വായന മനസ്സിനെന്നാ പറയുന്നത്. നല്ലൊരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ഒരു ദൈവികമായ ആത്മീയമായ ഒരു ഉണർവ് നിങ്ങൾക്ക് നൽകുന്നു എന്നൊരു ഇതുകൂടി വായനയെ കുറിച്ച് പറയുന്നുണ്ട്. വായന എന്നത് തീർച്ചയായിട്ടും നമ്മളെ എപ്പോഴും നമ്മളെ തന്നെ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെ. തീർച്ചയായിട്ടും അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വായിക്കുക, വായനയിലേക്ക് കൂടുതൽ കടന്നു വരിക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരാൾ കൂടി തന്നെയാണ് നമ്മുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിയിട്ടുള്ളത്. മുഹമ്മദ് ഷഫീഖ്, മംഗളത്തിന്റെ റിപ്പോർട്ടറാണ്. അപ്പൊ അതിലുപരി ഇപ്പൊ ഈ പറഞ്ഞു, നമ്മളോടൊപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ
പരിചയപ്പെടുത്തിയ പുസ്തകം തന്നെ എസ്കേപ്പ് ടവർ എന്നുള്ള പുസ്തകമാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അത് നമ്മൾ പ്രവാസികളുമായിട്ട് നിൽക്കുന്ന ഒരു പുസ്തകമാണ്. എന്തുകൊണ്ട് ഇത് നമ്മളിത് വായിച്ചിരിക്കണം ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പ്രവാസത്തിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങളെ കുറിച്ച് അറിയാൻ അതൊരു പ്രചോദനമാകും. ഒരു പ്രവാസി എന്ന നിലക്ക് തീർച്ചയായിട്ടും പ്രവാസത്തിന്റെ കഥ പറയുന്ന, പ്രവാസവുമായി ബന്ധപ്പെട്ട ഒരു നോവൽ വായിക്കുക എന്നത് കുറച്ചുകൂടി അങ്ങനെയാണല്ലോ, നമ്മൾ ആ ഒരു പരിസരങ്ങളെ നമുക്ക് കുറച്ചുകൂടി ബോധ്യമാവുന്ന തരത്തിലാണ്. അതുകൊണ്ടാണ് പ്രവാസികളല്ലാത്തവർക്കും ഇത് വായിക്കാം, കാരണം അതും അവർക്കും അതൊരു അനുഭവം തന്നെ ആയിരിക്കും. എന്തായാലും ഒരുപാട് നന്ദി മുഹമ്മദ് ഷഫീഖ്, ഇത്രയും നേരം നമ്മളുടെ കൂടെ എത്തിയതിലും ഇങ്ങനൊരു പുസ്തകമൊക്കെ പരിചയപ്പെടുത്തി വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സംസാരിച്ചതൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ നന്ദി രതീഷ്, ഈ ഒരു പരിപാടി തന്നെ ക്ഷണിച്ചത് റേഡിയോ മലയാളത്തിന് എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് നമ്മളുടെ കൂടെ മുഹമ്മദ് ഷഫീഖ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ഇന്ന് നമ്മളെ പരിചയപ്പെടുത്തിയ പുസ്തകം തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട, കേട്ടുകൊണ്ടെങ്കിൽ നമ്മൾ പ്രവാസികൾ എല്ലാവരും തന്നെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടി തന്നെയാണ് എസ്കേപ്പ് ടവർ. പി മണികണ്ഠനാണ് എഴുതിയിട്ടുള്ളത്. ഒരു പ്രവാസി തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പുസ്തകത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ആ പുസ്തകം മാത്രമല്ല, എല്ലാ പുസ്തകങ്ങളും വായിക്കേണ്ടതാണ്. വായന കൂടുതൽ അത്യാവശ്യമായിട്ട് വേണമെന്നുള്ള കാര്യം കൂടി, നിർദ്ദേശം കൂടി തന്നെയാണ് ഇപ്പൊ മുഹമ്മദ് ഷഫീഖ് നമുക്ക് നൽകി കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ തൽക്കാലം ഇന്നതേ റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകമൊക്കെ ആയിട്ട് എത്തിച്ചേരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ പറയുകയാണ് രതീഷ്.